ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കളും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സത്യദൈവവും നിത്യജീവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ നടന്ന വ്യക്തിത്വമാണ്. യോർദാന്റെ കരയിൽ കൂടി കടന്നു പോകുന്നതായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്നാപക യോഹന്നാൻ കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം. കർത്താവ് യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് യാക്കോബിന്റെ ഉറവിനരികെ ഇരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. ശലോമോന്റെ മണ്ഡപത്തിൽ നമ്മുടെ കർത്താവ് നടന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഈ ഭാഗങ്ങളിൽ നിന്നും ഒരു സാധാരണ മനുഷ്യൻ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് പോലെ അവിടെ നിന്ന് സഞ്ചരിച്ചു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവായ യേശു നമ്മെപ്പോലെ കഴിക്കുന്നവനും കുടിക്കുന്നവനുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-43-ാമത്തെ വാക്യം. അവിടുന്ന് കഴിച്ചതായിട്ട് വായിക്കുന്നു. അവിടുന്ന് ആഹാരം കഴിച്ചു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ വിളിച്ചത്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശുവിനെ തിന്നുന്നവനായി കുടിക്കുന്നവനായി കണ്ടതായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞു, തിന്നിയും കുടിയനുമായിരിക്കുന്ന മനുഷ്യൻ. അതെ, കർത്താവായ യേശു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം മരക്കുരിശിൽ വെച്ചും അവിടെ നിന്ന് കുടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. പുളിച്ച വിരിഞ്ഞു കുടിച്ച ശേഷം കർത്താവ് നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് തൊട്ടു. കർത്താവ് കുഷ്ഠരോഗിയാകുന്ന മനുഷ്യനെ തൊട്ടു. മത്തായി സുവിശേഷം 8-3. തൊട്ട് അവനെ സൗഖ്യമാക്കി. കർത്താവ് തന്നെ പിടിക്കാനായിട്ട് വന്ന പട്ടാളക്കാരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയെ പത്രോസ് അപ്പോസ്തലൻ കാതറത്ത സമയത്ത് അവൻ്റെ കാത് തൊട്ട് അവനെ സൗഖ്യമാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 22-51. നമ്മുടെ കർത്താവ് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന സമയത്ത് പത്രോസിന്റെ അമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. കർത്താവ് അടുത്ത് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൾ പൂർണ്ണ സൗഖ്യമുള്ള വ്യക്തിയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവായ യേശു പലയിടങ്ങളിലായിട്ട് താമസിച്ചു. കർത്താവ് നസ്രായൻ എന്നറിയപ്പെടുന്ന നിലയിൽ നസ്രത്തിൽ താമസിച്ചെങ്കിലും കർത്താവ് തൻ്റെ ശുശ്രൂഷാ ബന്ധത്തിൽ പല ഭാഗത്തും താമസിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. അവൻ താമസിച്ച ഇടത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. അവൻ ശമര്യയിൽ താമസിച്ചു. 2 നാൾ അവരോടൊപ്പം ശമര്യയിൽ താമസിച്ചു. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവ്
ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം പിന്നെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവാകുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് പലപ്പോഴും നോക്കി എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം തിരുവഴുത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവ് മേലോട്ട് നോക്കി എന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 41-ൽ നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് നോക്കി, നമ്മുടെ കർത്താവ് നിലവിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 23-46 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് നിലവിളിച്ചു എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും അതുമായി ബന്ധപ്പെട്ട് താൻ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം 4 സുവിശേഷ എഴുത്തുകാരും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു മായക്കാഴ്ചയല്ല, അവിടെ യഥാർത്ഥത്തിൽ അസ്ഥിയും മാംസവുമുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകട്ടെ. മറ്റുള്ളവർ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു കെട്ടുകഥയെന്നും ഒരു മായക്കാഴ്ചയെന്നും വിസ്തരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവിടെ നിന്ന് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനും കർത്താവ് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാവുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്നും പകരട്ടെ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.